സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ PSC ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അജ്ഞാതനായ ഇന്ത്യക്കാരൻ്റെ ആത്മകഥ ആരുടെ രചനയാണ്? അജ്ഞാതനായ ഇന്ത്യക്കാരൻ്റെ ആത്മകഥ എന്നത് ആരുടെ രചനയാണ്? നിരാദ് സി ചൗധരി. നിരാദ് സി ചൗധരിയുടെ കൃതിയാണ് അജ്ഞാതനായ ഇന്ത്യക്കാരൻ്റെ ആത്മകഥ എന്നത്. അജ്ഞാതനായ ഇന്ത്യക്കാരൻ്റെ ആത്മകഥ പ്രസിദ്ധീകൃതമായ വർഷം ഏതാണ്? 1951. 1951 ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള കൃതിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന രാജം മൽഹോത്ര. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസറാണ് അന്ന രാജം മൽഹോത്ര. കേരളത്തിലാണ് ജനിച്ചത്. മലയാളിയാണ്. പിതാവിൻ്റെ പേര് ജോർജ്. അന്ന രാജം ജോർജ് എന്നതായിരുന്നു പേര്. RN മൽഹോത്രയെ വിവാഹം ചെയ്തതിന് ശേഷമാണ് അന്ന രാജം മൽഹോത്ര എന്ന പേര് സ്വീകരിച്ചത്. അന്ന രാജം മൽഹോത്ര എന്നറിയപ്പെട്ടത് 1951 IAS ബാച്ചായിരുന്നു. 1951 IAS ബാച്ചായിരുന്നു. 2018 മരണപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അന്ന രാജം മൽഹോത്ര. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം എന്നാണ്. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം എന്നാണ്. നവംബർ 30 രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം ആദ്യമായിട്ട് ആചരിച്ചത് 1988. അപ്പോൾ രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം എന്ന് ചോദിച്ചാൽ നവംബർ 30 ആദ്യമായിട്ട് ആചരിച്ച വർഷം 1988. അടുത്ത ചോദ്യം, ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺഹൈമർ. റോബർട്ട് ഓപ്പൺഹൈമർ ഒരു അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. മാൻഹട്ടൻ എന്ന പ്രൊജക്റ്റിന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. മാൻഹട്ടൻ എന്ന പ്രൊജക്റ്റിന് നേതൃത്വം നൽകിയത് റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. ആദ്യമായിട്ട് ആറ്റം ബോംബ് വികസിപ്പിച്ച പ്രോജക്റ്റാണ് മാൻഹട്ടൻ പ്രൊജക്റ്റ്. അപ്പം ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. ആദ്യമായിട്ട് ആറ്റം ബോംബ് വികസിപ്പിച്ച മാൻഹട്ടൻ പ്രോജക്റ്റിന് നേതൃത്വം കൊടുത്തത് റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. അടുത്ത ചോദ്യം, എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്? 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്. 1974 ആരംഭിച്ച പദ്ധതി 1978 അവസാനിപ്പിച്ചു. അപ്പം 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് ആര്? രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് ആരാണ്? കാളിദാസനാണ്. മഹാകാവ്യത്തിൻ്റെ പേര് രഘുവംശം. സംസ്കൃത മഹാകാവ്യമാണ് എഴുതിയത് കാളിദാസൻ. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം ഏതാണ്? ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ 3ാമത്തെ അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. 3ാമത്തെ അന്തരീക്ഷ മണ്ഡലം. അതുപോലെ ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയുന്നത് ഏത് മണ്ഡലത്തിലാണ് എന്ന് ചോദിച്ചാൽ ഏതിലാണ്? മീസോസ്ഫിയറിലാണ്. ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയുന്നതിനാൽ ഇത് ഉൽക്കാവർഷ പ്രദേശം
എന്നും അറിയപ്പെടുന്നു. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന മണ്ഡലം ഏത്? അന്തരീക്ഷ മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മീസോസ്ഫിയർ ആണ്. മൂന്നാമത്തെ മണ്ഡലമാണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നു. ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയുന്നത് ഏത് മണ്ഡലത്തിലാണ് എന്ന് ചോദിച്ചാൽ മീസോസ്ഫിയറിലാണ്. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നു. ധ്യാൻ ചന്ദ് ജനിച്ചത് 29 ഓഗസ്റ്റ് 1905 1905. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ധ്യാൻ ചന്ദാണ് ഹോക്കി മാന്ത്രികൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ദേശീയ കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് 29. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. ഏത് ജില്ലയിൽ? പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ല, മണ്ണടി. ഞെള്ളാണി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞെള്ളാണി ഏലമാണ്. ഞെള്ളാണി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏലം. രാജസ്ഥാനിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഉദയ്പൂറാണ്. രാജസ്ഥാനിലെ കാശ്മീർ എന്ന് അറിയപ്പെടുന്നത്. മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സങ്കേതമാണ് ജയ്സാൽമീർ. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ജയ്സാൽമീർ വന്യജീവി സങ്കേതമാണ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സങ്കേതം. രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ് രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. സ്ഥാപിതമായ വർഷം 1770 1770 സ്ഥാപിതമായി. കൊൽക്കത്തയിലാണ് സ്ഥാപിതമായത്. കൊൽക്കത്തയിൽ 1770. ഇത് പ്രവർത്തനം നിർത്തിയ വർഷം 1832 1832 പ്രവർത്തനം നിർത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. 1770 കൊൽക്കത്തയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇത് സ്റ്റോപ്പായത് 1832. ഇത് സ്ഥാപിച്ചത് അലക്സാണ്ടർ ആൻഡ് കമ്പനി. ഹിലി എന്ന് ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിച്ചത് ഏഴിമലയെയാണ്. ഏഴിമല. റഷ്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആണവ നിലയം ഏതാണ്? റഷ്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയത് കൂടംകുളമാണ്. തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയമാണ് റഷ്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇന്ത്യൻ ഫയർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സസ്യം ഏതാണ്? ഇന്ത്യൻ ഫയർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സസ്യമാണ് അശോകം. ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്ന് വമിക്കുന്നതുമായ വാതകം. ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്ന് വമിക്കുന്നതുമായ വാതകമാണ് മീഥേൻ. CH4. ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്നും വമിക്കുന്നതുമായ വാതകം ഏത് എന്ന് ചോദിച്ചാൽ മീഥേൻ ആണ്. മീഥേന്റെ കെമിക്കൽ ഫോർമുല CH4. റബ്ബർ പാൽ ഉറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. റബ്ബർ പാൽ ഉറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്?
ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ് ആണ് റബ്ബർ പാൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആസിഡ്. മെത്തനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത്, മെത്തനോയിക് ആസിഡ് എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ഫോമിക് ആസിഡ് ആണ് മെത്തനോയിക് ആസിഡ് എന്നും അറിയപ്പെടുന്നത്. ഫോമിക് ആസിഡ് HCOOH. ഇപ്പോൾ റബ്ബർ പാൽ ഉറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ആണ്. മെത്തനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഫോമിക് ആസിഡ് ആണ്. കെമിക്കൽ ഫോർമുല HCOOH. അടുത്ത ചോദ്യം, രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 4 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചിൻ ചൈന എന്തിൻ്റെ വിത്തിനമാണ്? കൊച്ചിൻ ചൈന എന്നത് എന്തിൻ്റെ വിത്തിനമാണ്? തെങ്ങാണ്. തെങ്ങിൻ്റെ വിത്തിനമാണ് കൊച്ചിൻ ചൈന. തേങ്ങാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഏതാണ്? തേങ്ങാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോണാണ് സൈറ്റോകൈനിൻ. സൈറ്റോകൈനിൻ എന്ന ഹോർമോണാണ് തേങ്ങാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത്. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റ് എന്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് എന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? വർണ്ണാന്തത. ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം ഏത്? ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗമാണ് കോക്ലിയ. ഇന്നർ ഇയറിൻ്റെ ഭാഗമാണ് കോക്ലിയ. ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം കോക്ലിയാണ്. കോക്ലിയ ഇന്നർ ഇയറിൻ്റെ ഭാഗമാണ്. വസൂരിക്ക് കാരണമായ രോഗകാരി. വസൂരിക്ക് കാരണമായ രോഗകാരിയാണ് വേരിയോള വൈറസ്. വസൂരിക്ക് കാരണമായത് വേരിയോള വൈറസ്. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മയോഗ്ലോബിൻ ആണ്. മയോഗ്ലോബിൻ. രക്തത്തിന് ഹീമോഗ്ലോബിൻ ആണ് നിറം നൽകുന്നത്. രക്തത്തിന് ഹീമോഗ്ലോബിൻ എന്നതുപോലെ പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മയോഗ്ലോബിൻ. സത്യമേവ ജയതേ എന്ന വാക്ക് ഏതിൽ നിന്നും എടുത്തിരിക്കുന്നു? സത്യമേവ ജയതേ എന്ന വാക്ക് ഏതിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്? മുണ്ടകോപനിഷത്തു നിന്നുമാണ്. മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ് സത്യമേവ ജയതേ എന്ന വാക്ക് എടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിന് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നു സത്യമേവ ജയതേ എന്ന്. സത്യമേവ ജയതേ എന്ന വാക്ക് എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ്. അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത്? അവസാനത്തെ അത്താഴം ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ലിയനാർഡോ ഡാവിഞ്ചിയാണ് അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത്. ലിയനാർഡോ ഡാവിഞ്ചി. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം 1986 ആണ്. 1986 ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയത്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര്? സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി. ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണം? ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പെൻസിൽ ഒടിഞ്ഞ പോലെ കാണുന്നതിന് കാരണം അപവർത്തനമാണ്. അപവർത്തനം. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദാക്കിയ വൈസ്രോയി ആര്? പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദാക്കിയ വൈസ്രോയി ആര്? റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദാക്കിയത്. അപ്പോൾ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. 1878 ലിട്ടൺ പ്രഭു പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കി. 1882 റിപ്പൺ പ്രഭു പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദാക്കി.
പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. വെർണിക്സ് ഏരിയ. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ദിരാഗാന്ധി കനാലിൻ്റെ പഴയ പേര്. ഇന്ദിരാഗാന്ധി കനാലിൻ്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ. രാജസ്ഥാൻ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാനാണ്. ഭൂട്ടാൻ. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം ഏതാണ്? ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യമാണ് മുള. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ഏതു ഭാഗത്താണ്? വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ത്വക്കിലാണ്. ത്വക്കിലാണ് വിറ്റാമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത്. സൺഷൈൻ വിറ്റമിൻ, സ്റ്റിറോയിഡ് വിറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഇയുടെ രാസനാമം. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ്. വിറ്റാമിൻ ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് താലൂക്കാണ്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം. എറണാകുളം ജില്ലയിൽ മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ ആണ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനൂസ് ആണ്. മുഹമ്മദ് യൂനൂസ് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നു. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം ഏതാണ്? പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. മലബാർ കലാപം നടന്ന വർഷം 1921 ആണ്. 1921. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ഗുരുനാഥൻ എന്ന കൃതി ആരുടേതാണ്? വള്ളത്തോളിൻ്റെതാണ്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് ആര്? എ നേഷൻ ഇൻ മേക്കിംഗ് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. സുരേന്ദ്രനാഥ് ബാനർജി. പുസ്തകത്തിൻ്റെ പേര് എ നേഷൻ ഇൻ മേക്കിംഗ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 ആണ്. 1757 പ്ലാസി യുദ്ധം നടന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. ഇക്തിയോളജി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ്? പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയത് ചെമ്മീനാണ്. ചെമ്മീൻ. മലയാളത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് മാഗസിൻ ഏതാണ്?
മലയാളത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് മാഗസിനാണ് പുഴ.com. പുഴ.com. ബ്രഹ്മസമാജ സ്ഥാപകൻ. ബ്രഹ്മസമാജ സ്ഥാപകൻ. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. 1828 കൊൽക്കത്തയില് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. പ്രതിഫലനം. ജൈവ വൈവിധ്യ സെൻസസ് ആരംഭിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത്? ജൈവ വൈവിധ്യ സെൻസസ് ആരംഭിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് എടവക. വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച കവി. വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ചത് വയലാർ രാമവർമ്മയാണ്. വയലാർ രാമവർമ്മ. കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് ആരാണ്? കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുണ്ടായ ഏക വനിതാ അംഗം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരുവിതാംകൂറിൽ നിന്നുണ്ടായ ഏക വനിതാ അംഗമാണ് ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ. ആനി മസ്ക്രീനെ കൂടാതെ മറ്റ് 2 മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു? അമ്മോസ് സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരാണ്. അമ്മോസ് സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും പ്രതിനിധാനം ചെയ്തത് മദ്രാസിനെയാണ്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരുവിതാംകൂറിൽ നിന്നുണ്ടായ ഏക വനിതാ അംഗമാണ് ആനി മസ്ക്രീൻ. അടുത്ത ചോദ്യം. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗം. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗം മാഹാളിയാണ്. മാഹാളി. ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന നഗരം. ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്നത് പുനെയാണ്. പുനെ. പഞ്ചനദികൾ എന്നറിയപ്പെടുന്ന ബിയാസ് നദി, സത്ലജ്, ജലം, ചെനാബ്, റവി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? അപ്പൊ പഞ്ചനദികൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെ നദികളാണ്? പഞ്ചനദികൾ എന്നറിയപ്പെടുന്നത് ബിയാസ് നദി, സത്ലജ്, ജലം, ചെനാബ്, രവി എന്നീ നദികളാണ് പഞ്ചനദികൾ എന്ന് അറിയപ്പെടുന്നത്. ഇവ ഏത് നദിയുടെ പോഷക നദികളാണ്? സിന്ധു നദിയുടെ പോഷക നദികളാണ്. ഈ പഞ്ചനദികൾ ഏതൊക്കെയാണ് എന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. പഞ്ചനദികൾ. അടുത്തത്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? അന്തരീക്ഷത്തില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് അറിയപ്പെടുന്നത് കീലിംഗ് കർവ് എന്നാണ്. കീലിംഗ് കർവ്. ഇടുക്കി ജില്ല രൂപം കൊണ്ട വർഷം. ഇടുക്കി ജില്ല രൂപം കൊണ്ടത് 1972 1972. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത്. ചിറ്റൂർ പുഴ കണ്ണാടിപ്പുഴയാണ്. കണ്ണാടിപ്പുഴയാണ് ചിറ്റൂർ പുഴ എന്നും അറിയപ്പെടുന്നത്. ചാലിയാർ പതിക്കുന്ന കടൽ ഏതാണ്? ചാലിയാർ പതിക്കുന്നത് അറബിക്കടലിലാണ്. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമലയാണ്. അഗസ്ത്യമല. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ക്വസ്റ്റ്യൻ. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് എന്നതാണ്. രാമപുരം പുഴയാണ്. രാമപുരം പുഴയാണ് അറബിക്കടലിൽ പതിക്കുന്ന ചെറിയ നദി. രാമപുരം പുഴ. മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാണ്? മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പള കായലിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് എന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പള കായലിലാണ്.
അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ചെറിയ നദിയാണ് രാമപുരം പുഴ. ഉപാധികൾക്ക് വിധേയമായി പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 2-ാം അനുച്ഛേദമാണ്. ഉപാധികൾക്ക് വിധേയമായിട്ട് പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 2. നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദമാണ് അനുച്ഛേദം 3. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ടത് 1927 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ടത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 85 ആണ്. NH 85. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH 744 ആണ്. NH 744. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്നു. താമരശ്ശേരി ചുരം NH 766. NH 766. അടുത്ത ചോദ്യം, കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ്. കാന്തിക ഫ്ലക്സ് അളക്കുന്നത് വെബർ ആണ്. വെബർ. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ടത് കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷനാണ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് അറിയപ്പെട്ടത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ. ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്ത ലായകം അറിയപ്പെടുന്നത്. ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്ത ലായകമാണ് നിർവീര്യ ലായകം എന്ന് അറിയപ്പെടുന്നത്. നിർവീര്യ ലായകം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ്. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്നറിയപ്പെടുന്നതും സുന്ദർബൻസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ്. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്നറിയപ്പെടുന്നതും സുന്ദർബൻസ് ആണ്. ഏതിന്റെ പോഷക നദിയാണ് ജിൽജിത്ത്? ജിൽജിത്ത് ഏത് നദിയുടെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ് ജിൽജിത്ത്. സിന്ധു നദി. ആരെഴുതിയ പുസ്തകമാണ് നീർമാതളം പൂത്ത കാലം എന്നത്? നീർമാതളം പൂത്ത കാലം കമല സുരയ്യയാണ്. കമല സുരയ്യയുടെ പുസ്തകമാണ് നീർമാതളം പൂത്ത കാലം എന്നത്. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂണിലാണ്. നെപ്റ്റ്യൂൺ. ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നതോ? റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് വ്യാഴത്തിലാണ്. ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് വ്യാഴം. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്രഹ്മപുത്രയാണ്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. അഞ്ചാം വേദം എന്ന് കണക്കാക്കുന്ന തമിഴ് കൃതി ഏതാണ്? അഞ്ചാം വേദം എന്ന് കണക്കാക്കുന്ന തമിഴ് കൃതിയാണ് തിരുക്കുറൾ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. കെ കേളപ്പൻ. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രമായിരുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ ഉളിയത്ത് കടവിലാണ് ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കെ കേളപ്പന്റെ അറസ്റ്റിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്യാരത്ത് ശങ്കരൻ. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജമാണ് സ്ഥിതികോർജം. സ്ഥിതികോർജം. സുമംഗല എന്ന തൂലിക നാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര്.
സുമംഗല. ലീല നമ്പൂതിരിപ്പാടാണ്. ലീല നമ്പൂതിരിപ്പാട്. കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികൾ അറിയപ്പെടുന്ന പേര്. കോശത്തിൽ മർമ്മം ഇല്ലാത്ത ജീവികൾ പ്രോകാരിയോട്ടുകൾ. പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു കോശത്തിൽ മർമ്മം ഇല്ലാത്ത ജീവികൾ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ ആണ്. JC ഡാനിയൽ. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി 61-ാം ഭേദഗതിയാണ്. 61-ാം ഭേദഗതി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി എന്നത്. ഓസ്റ്റിയോളജി. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാണ്? വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണമാണ് ഓറിയോൺ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ലോക്പാൽ ബിൽ പാസാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി. ലോക്പാൽ ബിൽ പാസാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണാ ഹസാരെ. അണ്ണാ ഹസാരെ. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.